കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ് തടയുന്നതിൽ വീഴ്ചയുണ്ടായെന്ന കണ്ടെത്തലിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ.ടി, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് പി മാണി എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല ഈ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും ഉത്തരവായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ നടപടി. കോളേജിലെ ടീച്ചർമാരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും മൊഴി രേഖപ്പെടുത്തി ആവശ്യമെങ്കിൽ മാത്രം പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഞ്ജന, ഈ പ്രതികൾക്ക് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ സഹായം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പിന്തുണ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ചർച്ചകൾ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രൂരത ഒരു കോളേജിൽ ആരും അറിയാതെ, അധികൃതരുടെ ചെവിയിലൊന്നും എത്താതെയൊക്കെ നടക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ ശക്തമായിരുന്നു. ഇപ്പോൾ അധികൃതർക്കെതിരെ എന്തൊക്കെ നടപടി എടുത്തിട്ടുണ്ട് അഞ്ജന? എന്തൊക്കെയാണ് ഇനി തുടർ നടപടികൾ ഉണ്ടാവുക? റോഷ്നി വെങ്കി, ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഇത് തടയുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ പുറത്താണ് പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ എ.ടി, അസിസ്റ്റന്റ് വാർഡൻ ചുമതലയുള്ള അജീഷ് പി മാണിയും അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അന്വേഷണ വിധേയമായാണ് ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഹൗസ് കീപ്പർ കം സെക്യൂരിറ്റിയെയും അടിയന്തരമായി നീക്കം ചെയ്യാനുള്ള ഒരു നിർദ്ദേശത്തിലും ഉത്തരവായിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ഇങ്ങനെയൊരു നടപടിയിലേക്ക് എത്തിയത്. ഇന്നലെ കോളേജിലെ അധ്യാപകരുടെയും മറ്റു വിദ്യാർത്ഥികളുടെയും വിശദമായ മൊഴിയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഹോസ്റ്റലിലെ ടീം അധ്യാപകരെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുമാണ് വിശദമായി മൊഴി രേഖപ്പെടുത്തിയത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് ഹോസ്റ്റൽ വാർഡന്റെയും സെക്യൂരിറ്റി കം കീപ്പറായിട്ടുള്ള ജീവനക്കാരന്റെയുമാണ്. ഇവരുടെ വിശദമായ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. ആദ്യമേ മുതൽ തന്നെ ഈ ഹോസ്റ്റൽ വാർഡിന്റെ മൊഴിയിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2024 നവംബർ മുതൽ ഈ റാഗിംഗ് ആ കോളേജ് ഹോസ്റ്റലിൽ അരങ്ങേറുന്നതാണ്. എന്നിട്ടും ഈ ഹോസ്റ്റൽ വാർഡൻ ഇതിൽ യാതൊരു അറിവുമില്ല എന്നത് പറയുന്നത് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു. ആ മൊഴിയെ തുടർന്നാണ് വീണ്ടും വിശദമായ മൊഴി എടുക്കാൻ പോലീസ് പ്രേരിതരായത്. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മൊഴികളെല്ലാം പോലീസ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിർണായകമാകാൻ പോകുന്നത് ഡിജിറ്റൽ തെളിവുകളാണ്. ഈ ക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ ഡിജിറ്റൽ പരിശോധനയ്ക്ക് അയക്കുകയും കൂടാതെ ചില റാഗിംഗ് ദൃശ്യങ്ങൾ ഈ കോളേജ് ഹോസ്റ്റൽ ഗ്രൂപ്പിൽ പ്രചരിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിലും അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഇപ്പോൾ 5 പേർ മാത്രമാണ് നിലവിൽ പ്രതികൾ. എന്നാൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ടോ എന്നതും വിശദമായി അന്വേഷിക്കും. 3ാം വർഷത്തിലുള്ള 5 വിദ്യാർത്ഥികൾ അല്ലാതെ ഹോസ്റ്റലിലുള്ള മറ്റേതെങ്കിലും വിദ്യാർത്ഥികൾ ഇതിൽ പങ്കുണ്ടോ എന്നതാണ് ഇനി പോലീസ് അന്വേഷിക്കാൻ പോകുന്നത്. കൂടാതെ സമാനമായ പരാതികൾ കോളേജ് ഹോസ്റ്റലിൽ ഇതിനു മുൻപ് ഉയർന്നിട്ടുണ്ടോ, മറ്റാർക്കെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതിയിലും അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അഞ്ജന, ഹോസ്റ്റലിൽ നടന്നൊരു സംഭവം, അതിക്രൂരമായ സംഭവം, അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ നമുക്ക് അത്രത്തോളം അത് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇത്തരത്തിലൊരു സംഭവം ആ ഹോസ്റ്റലിൽ അരങ്ങേറുമ്പോൾ അത് അധികൃതർ അറിഞ്ഞിട്ടേ ഇല്ല എന്ന വാദത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും? മാത്രമല്ല ഈ 2024 നവംബർ മുതൽക്കേ ഇങ്ങനെ റാഗിംഗ് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? തീർച്ചയായും ഇന്നലെ വരെയും അവർ ആ വാദത്തിൽ തന്നെയാണ് ഉറച്ചു നിന്നത്. തങ്ങൾ അറിഞ്ഞിട്ടില്ല. വിദ്യാർത്ഥികളിൽ ഒരാളുടെ മാതാപിതാക്കൾ അറിയിക്കുമ്പോഴാണ് ഈ റാഗിങ്ങിനെ കുറിച്ച് അറിയുന്നത് എന്ന വാദത്തിൽ തന്നെയാണ് ഈ പ്രിൻസിപ്പളും ഹോസ്റ്റൽ വാർഡനും എല്ലാം തന്നെ ഉറച്ചു നിൽക്കുന്നത്. അവരുടെ ഈ മൊഴിയിൽ തന്നെ ആദ്യം മുതലേ പോലീസിന് സംശയമുണ്ടായിരുന്നു. അതിനാലാണ് ആദ്യഘട്ടത്തിൽ മൊഴി രേഖപ്പെടുത്തിയിട്ടും വിശദമായി മൊഴി രേഖപ്പെടുത്താനായി പോലീസ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇന്നലെ 7 മണിയോടുകൂടി ഇവരുടെ 2 പേരുടെയും വിശദമായ മൊഴി ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 2024 നവംബർ മുതൽ അരങ്ങേറുന്നതാണ് ഇത്തരത്തിലുള്ള റാലി. അതിൽ ഇവർക്ക് 2 പേർക്കും യാതൊരു വിധത്തിലെ അറിവുമില്ല, യാതൊരുവിധ പരാതിയും അവിടെ നിന്നും ഉയർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ സംശയമുണ്ട്. ഈ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഈ പ്രിൻസിപ്പളും ഹോസ്റ്റൽ വാർഡനും സെക്യൂരിറ്റി കം കീപ്പറായിട്ടുള്ള ജീവനക്കാരനും എല്ലാം തന്നെ എന്തായാലും ഡമ്പൽ ഉപയോഗിച്ചും കോമ്പസ് ഉപയോഗിച്ചും അതിക്രൂരമായി വിദ്യാർത്ഥികളെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതിന്മേൽ ശക്തമായ നടപടികൾ തന്നെ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ശരി, അഞ്ജന അനിൽകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ റാഗിംഗ് നടത്തുക എന്നതുപോലെ തന്നെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് തടയാതിരിക്കുക, ഇതിന് കൂട്ടുനിൽക്കുക എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളാണ്. ഈ സമൂഹത്തിൽ തങ്ങൾക്കൊപ്പം വളർന്നു വരേണ്ട കുട്ടികളെയാണ് മറ്റുള്ള കുട്ടികൾ ഇങ്ങനെ റാഗിംഗ് ചെയ്യുന്നത് എന്നുള്ള എന്തുമാത്രം ദുഃഖകരമായ കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ.